വലിയ പരസ്യങ്ങളുടെ അകമ്പടിയോടെ ഇറങ്ങുന്ന ചില സിനിമകൾക്ക് ഒരു നിലവാരവും കാണില്ല. പണം മുടക്കി തിയേറ്ററിലെത്തി സിനിമ കാണുമ്പോഴാണ് അബദ്ധം പിണഞ്ഞ കാര്യം മനസ്സിലാകുന്നത്. എന്നാൽ കൊച്ചിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ നിർമ്മിച്ച ഈ വെബ്സൈറ്റ് സന്ദർശിച്ച ശേഷം നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് അബദ്ധം പിണയില്ല. ഒരു സിനിമ എപ്പോൾ പൊട്ടുമെന്നോ എപ്പോൾ തട്ടുതകർക്കുമെന്നോ പറയാൻ കഴിയില്ല. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ പോലും 2 ദിവസം കൊണ്ട് 8 നിലയിൽ പൊട്ടുന്നത് കണ്ടവരാണ് നമ്മൾ. പ്രവചനങ്ങൾക്ക് അതീതമായി പ്രതികരിക്കുന്ന സിനിമാ ലോകത്തെ പ്രവചനത്തിന്റെ ചങ്ങലയിൽ തളയ്ക്കാനാണ് ഈ 6 ചെറുപ്പക്കാർ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇവർ നിസ്സാരക്കാരല്ല. എല്ലാവരും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ. മൂവി ടാരോ എന്ന് ഇവർ പേരിട്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിലൂടെയാണ് സിനിമയുടെ ഭാവി പ്രവചിക്കുന്നത്. സിനിമ ബോക്സ് ഓഫീസിൽ എത്ര രൂപ കളക്ഷൻ നേടുമെന്നും ഇത് കണ്ടിറങ്ങുന്നവരിൽ എത്ര ശതമാനം സംതൃപ്തരായിരിക്കുമെന്നും ഈ സോഫ്റ്റ്വെയർ പ്രവചിക്കുന്നു. ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് സോഷ്യൽ നെറ്റ്വർക്ക് അടക്കമുള്ള ഇന്റർനെറ്റ് സൈറ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ സോഫ്റ്റ്വെയറിന്റെ സഹായത്താൽ വിശകലനം ചെയ്താണ് റേറ്റിംഗും ബോക്സ് ഓഫീസിലെ കളക്ഷനും കണ്ടെത്തുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. മൂവി ടാരറ്റിലെ പല പ്രവചനങ്ങളും കുറിക്കുകൊണ്ടു. അമീർ ഖാൻ ചിത്രമായ തലാഷ് വൻ പ്രതീക്ഷ നൽകിയ ചിത്രമായിരുന്നു. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുമെന്നായിരുന്നു മൂവി ടാരറ്റിന്റെ പ്രവചനം. അവസാനം സിനിമ റിലീസ് ചെയ്തപ്പോൾ പ്രവചനം കെറുകൃത്യം. കമൽഹാസന്റെ വിശ്വരൂപം ആദ്യ ആഴ്ചയിൽ 7 കോടി നേടുമെന്ന് പ്രവചിച്ചിരുന്നു. വിലക്ക് നീങ്ങിയതോടെ വിശ്വരൂപം ആദ്യ ആഴ്ചയിൽ 7 കോടി നേടി മുന്നേറി. ഇങ്ങനെ ഇതുവരെ നടത്തിയ പ്രവചനങ്ങളിൽ 85% കൃത്യമായിരുന്നു. ബ്ലോഗ്സിൽ വരുന്ന കമന്റ്സ്, ന്യൂസ് ആർട്ടിക്കിൾസ്, അതുപോലെ ട്വിറ്ററിൽ വരുന്ന ഫീഡ്സ്, ഫേസ്ബുക്ക് അപ്ഡേറ്റ്സ് എല്ലാ ഡേറ്റ എടുക്കുന്നു. ആ ഡേറ്റ എടുത്ത് നമ്മളത് ക്രഞ്ച് ചെയ്ത് ഒരു യൂണിഫൈഡ് സിസ്റ്റത്തിലാക്കി ഒരു സ്കോർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബയസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതായത് ഇപ്പോൾ നിലവിലുള്ള ഇതുള്ള സിസ്റ്റംസ് ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് മെക്കാനിസം ആണ്. ഇപ്പോൾ ഒരു സ്കെയിലിൽ 1 തൊട്ട് 5 വരെയുള്ള സ്കെയിലിൽ ആൾക്കാർക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു 10-20 പേര് വിചാരിച്ചു കഴിഞ്ഞാൽ ആ റേറ്റിംഗ് സിസ്റ്റത്തിനെ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ ഞങ്ങളുടെ ഒരു 2.5 ലക്ഷം ആൾക്കാരെങ്കിലും വന്ന് തെറ്റായ ഒരു ഒപ്പീനിയൻ റേസ് ചെയ്താൽ മാത്രമാണ് ഞാൻ സിസ്റ്റത്തിനെ ബയസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2.5 ലക്ഷം ആൾക്കാർ പറയുന്നതാണ് ശരിക്കും മെജോറിറ്റി ഒപ്പീനിയൻ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഒരു കോൺസെപ്റ്റ്. എന്നാൽ മലയാള സിനിമയെക്കുറിച്ച് ഇത്ര കൃത്യമായ പ്രവചനം സാധ്യമാകുന്നില്ലെന്ന് ഇവർ പറയുന്നു. മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ ആണെങ്കിലും ആ സിനിമ ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഇടുന്ന ട്രെയിലേഴ്സിന്റെ എണ്ണം അല്ലെങ്കിൽ അതിന്റെ വീഡിയോസിന്റെ എണ്ണം ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അതുപോലെ അപ്പോൾ ഇനി ഇടുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ റിലീസിന് ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പേക്ക് ആയിരിക്കും എടുക്കുന്നത്. പക്ഷെ ശരിക്കും ഒരു 1.5 മാസം അത്രയും ടൈമെങ്കിലും കൊടുത്താലാണ് ഒരു ഇന്ന നമ്പർ ഓഫ് ഓഡിയൻസിലേക്ക് എത്തുള്ളൂ. ഈവൻ നമ്മുടെ പ്രേക്ഷകരുടെ എണ്ണം ഒരു 1 ലക്ഷം ആൾക്കാരെങ്കിലും ഒരു വീഡിയോ കാണിച്ചാൽ ഇപ്പോൾ അതിന് നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ തട്ടത്തിന്മാരായിട്ടൊക്കെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. അതിന് ഓൺലൈൻ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നല്ല രീതിയിലുള്ള ആൾക്കാർ ഒരു 1.5-2 ലക്ഷം മിനിമം ആൾക്കാരെങ്കിലും ആ സിനിമയുടെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ശരിക്കും ഒരു അവസരം കൊടുക്കുകയാണ്. ഈ സിനിമ നല്ലതാണോ ഇല്ല, ഞാൻ തിയേറ്ററിൽ പോകണോ വേണ്ടെന്നുള്ള ചോദ്യമെങ്കിലും ചോദിക്കണമെങ്കിൽ ഇത്ര ഒരു 15,000 to 20,000 ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി അറിയിച്ചിരിക്കണം. അപ്പോൾ അതിന് നേരത്തെ ട്രെയിലേഴ്സ് ഇറക്കണം. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ നമുക്ക് ഓൺലൈൻ ഡേറ്റയുടെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് പ്രൊഡിക്ഷൻ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നിലവിൽ ബ്ലാക്ക്ബെറി പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്പ് സംഘം പുറത്തിറക്കിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് വെർഷൻ പണിപ്പുരയിലാണ്. ആറ് പേരടങ്ങുന്ന ഇവരുടെ കമ്പനിയുടെ പേര് റിയാഫി എന്നാണ്. കൊച്ചിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജിലാണ് ഇവരുടെ ഓഫീസ്. ബിസിനസ് ഡെസ്ക്.